ആ തർക്കം ഉപേക്ഷിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരിക്കലും കളവ് പറയില്ല എന്ന രീതിയിൽ കളവിനെ ഉപേക്ഷിക്കുകയും കളവിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവരായ മനുഷ്യന് സ്വർഗത്തിന്റെ നടുവിലായി ഒരു വീട് നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ തമാശയിലാണെങ്കിൽ പോലും കളവ് പറയരുത്. വഇൻ കാന മാസിഹ, തമാശയിൽ പോലും കളവ് പറയില്ല എന്നും എനിക്ക് നിങ്ങൾ ജാമ്യം നിൽക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സൽസ്വഭാവത്തെ നിങ്ങൾ കൊണ്ടുവരുമെന്ന രീതിയിൽ നിങ്ങൾ ഉറപ്പ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലായി ഒരു വീട് നൽകാമെന്നും അതിനും ഞാൻ ജാമ്യം നിൽക്കാമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് സത്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അനാവശ്യമായ തർക്കങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുക, തൗഹീദ് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അതിൽ ഒരാളെയും പേടിക്കുകയോ ഭയപ്പെടുകയോ വിമർശനങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും അത്തരത്തിലുള്ള വാക്കുകളുടെയും മുന്നിൽ പതറാതെ സധൈര്യം അത് പഠിപ്പിക്കുക. എന്നാലോ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ തർക്കിച്ച് അവന് വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ, അവന് വേണമെങ്കിൽ പഠിച്ചോട്ടെ, അവന് വേണമെങ്കിൽ തൗഹീദ് ഉൾക്കൊണ്ടോട്ടെ, നമ്മളത് പഠിപ്പിക്കുക, നമ്മുടെ മേൽ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. നിർബന്ധമായ മതപരിവർത്തനമോ നിർബന്ധമായ രീതിയിലുള്ള മോഹവാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചുകൊണ്ടോ ഒരാളെയും ദീനിലേക്കോ ആദർശത്തിലേക്കോ തൗഹീദിലേക്കോ മാധുര്യത്തിലേക്കോ കൊണ്ടുവരേണ്ട ഒരാവശ്യവും വിശ്വാസികളായ ആളുകൾക്കില്ല എന്ന് നമ്മൾ ഓർക്കുക. മറ്റൊരു സംഗതി, വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കൂട്ടുബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും നമുക്ക് നൽകിത്തരുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജോലി സമയം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾ നടത്താനോ ഒരു അല്പസമയം കണ്ടെത്തി കഴിഞ്ഞാൽ, അയ്യക്കും യുഹിബ്ബു അയ്യഅദു കുല്ല യൗമിൻ ഇലാ ബുത്ഹാനിൻ ഔ ഇലൽ അഖീഖ്, ബുത്ഹാനിന്റെയോ അഖീഖിന്റെയോ താഴ്വാരങ്ങളിൽ ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ സംഗതി എന്ന് പറഞ്ഞത് കുടുംബബന്ധം വിച്ഛേദിക്കാതെയും അതോടൊപ്പം തന്നെ പാപങ്ങൾ ചെയ്യാതെയും നിങ്ങളിൽ ഒരാൾക്ക് ബുത്ഹാനിലോ അഖീഖിന്റെ താഴ്വാരങ്ങളിലോ ഒരു വില കൂടിയ ഒട്ടകത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അക്കാലയളവുകളിലുള്ള സഹാബത്തിനോട് പറഞ്ഞത്. അവരോട് പഠിപ്പിച്ച വിഷയം ഏതാണ് എന്ന് അറിയുമോ? അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നുഹിബ്ബു ദാലിക്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന സംഗതിയാണെന്ന് പറയുമ്പോൾ, അഫലാ യഖ്ദു അഹദുകും ഇലൽ മസ്ജിദി ഫയഅലമു യഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹി അസ്സ വജൽ ഖൈറുൽ ലഹു മിൻ നാകതൈൻ, പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് നിങ്ങൾ പഠിക്കുകയോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അതൊരാൾ പാരായണം ചെയ്യുകയോ ഒരാൾ അതിന് അർത്ഥം പറയുകയോ ഒരാൾ തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ചകളിലും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ബുത്ഹാനിന്റെയോ അഖീഖിന്റെയോ താഴ്വാരങ്ങളിൽ ഒരു ചുവന്ന ഒട്ടകമാണ് റസൂൽ പറഞ്ഞത്. 2 ആയത്താണെങ്കിൽ 2 ഒട്ടകം, 3 ആയത്താണോ 3 ഒട്ടകം, 4 ആയത്താണോ 4 ഒട്ടകമാണ്. ഒട്ടകത്തിന്റെ എണ്ണം വർദ്ധിക്കണമെങ്കിൽ ആയത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്തോറും ഒട്ടകത്തിന്റെയും എണ്ണം വർദ്ധിക്കുമെന്നാണ് ആ സഹാബിവര്യന്മാരോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു വിഷയം, ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും കൂട്ടുബന്ധങ്ങളും നമുക്ക് നൽകി തരുന്നത് തൗഹീദുള്ള നല്ല മുവഹിദുകളായ ആളുകളെയാണ്. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും നമ്മുടെ മയ്യത്തിന്റെ അനുബന്ധമായ കർമ്മങ്ങളിലേക്കും നമ്മെ കുളിപ്പിക്കുവാനും കഫൻ ചെയ്യുവാനും നമ്മെ ചുമക്കാനും നമ്മെ ഖബറിലേക്ക് വെക്കാനും നമുക്ക് വേണ്ടി നമസ്കരിക്കാനുമുള്ള നല്ല തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ, അങ്ങനെയുള്ള 40ഓളം ആളുകൾ ഒരു മനുഷ്യന് വേണ്ടി നമസ്കരിക്കാൻ കഴിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പല ആളുകൾക്കും പല റെക്കമെൻഡുകളും ജോലി വാഗ്ദാനങ്ങളും ഒക്കെ നൽകി പലരോട് നല്ല ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ തൗഹീദ് ഉൾക്കൊള്ളാൻ ഒരു ലഘുലേഖയോ ഒരു പുസ്തകമോ ഒരു സിഡിയോ എന്തെങ്കിലും ഒരു കാര്യം നൽകിയിട്ട് ഇസ്ലാമിക ആദർശം അവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിച്ചുവോ എന്ന് നമ്മൾ ചിന്തിക്കുക. ചിലപ്പോൾ നമ്മൾ നൽകിയ ഒരു മെസ്സേജ് ആയിരിക്കും അവനൊരു പ്രേരണ, ചിലപ്പോൾ നമ്മൾ അവന് നൽകിയ ഒരു സിഡി ആയിരിക്കും അവന് പ്രേരണ, ചിലപ്പോൾ യൂട്യൂബിൽ നൽകുന്ന ഒരു ലിങ്ക് ആയിരിക്കും അവന് പ്രേരണ. അങ്ങനെ എത്ര ആളുകൾ കോളേജുകളിൽ, പ്രൊഫഷണൽ കോളേജുകളിലുള്ള വിദ്യാർത്ഥികളെ പ്രോഫ്കോണിന് വന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ കച്ചറയായ കൂട്ടുകെട്ടുകളും അങ്ങനെയുള്ള ഏറ്റവും മോശമായ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിലുള്ള തൗഹീദ് ഉൾക്കൊണ്ട ഒരു കൂട്ടുകാരൻ
അവരെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിന്റെ മാധുര്യം അവർ അനുഭവിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ആദർശത്തിലേക്ക് വരാൻ കഴിഞ്ഞതിന്റെ പേരിൽ അഭിമാനപൂർവ്വം അവര് ആ കാര്യം അവര് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ തൗഹീദുള്ള ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ നിർമ്മിക്കുക എന്നത് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ആളുകളെ നേടിയെടുക്കുന്നതിലൂടെ നമ്മുടെ പരലോക ജീവിതത്തിന്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും തന്നെയാണ് മുതൽക്കൂട്ടി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മൻ ഗസ്സല മയ്യിതൻ ഫകതമ അലൈഹി ഗഫറല്ലാഹു ലഹു 40 മറ. മറ്റൊരു നന്മയുടെ വശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു മയ്യിത്തിനെ കുളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ മയ്യിത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളോ കുറവുകളോ ഉണ്ടായിട്ട് കുളിപ്പിക്കുന്ന സമയത്ത് അതിന്റെ കുറവുകൾ ഒരാൾ മറച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള പ്രതിഫലമായി കൊണ്ട് പഠിപ്പിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40 തവണ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നതാണ്. വമൻ കഫന മയ്യിതൻ കസാഹു അല്ലാഹു മിൻ സുന്ദുസിൻ വയുസ്തബറകിൻ ഫിൽ ജന്ന. അതോടൊപ്പം തന്നെ ഒരാൾ ഒരു